നമസ്കാരം. ഇന്നലെ തങ്കപ്പൻ്റെയും തങ്കമ്മയുടെയും കുടുംബ പ്രശ്നങ്ങൾ ആണ് പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് ഗിൽബർട്ട് വന്നതും പിന്നീട് ഗിൽബർട്ടാണോ അല്ലെങ്കിൽ തങ്കപ്പനാണോ പ്രശ്നക്കാരൻ എന്നുള്ള ഒരു ചോദ്യത്തോടുകൂടിയായിരുന്നു ഞാനത് അവസാനിപ്പിച്ചത്. അപ്പോൾ അതിനൊരു മറുപടി പോലെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഭവമുള്ളൂ. ഇതിനിടയിൽ ഒരു വളരെ ചെറിയൊരു സംഭവമുള്ളൂ. നമ്മളുടെ ലൈഫിൽ, നമ്മളുടെ വ്യക്തിപരമായ ലൈഫിൽ, നമ്മുടെ ഫാമിലി ലൈഫിലേക്ക് സത്യം പറഞ്ഞാൽ തങ്കപ്പൻ ആരെയും വിളിച്ചുകൊണ്ട് വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. പക്ഷെ തങ്കപ്പൻ്റെ കൈവിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കൊണ്ട് തങ്കപ്പൻ അത് ചെയ്തു പോയി. വന്ന ആൾക്കാണെങ്കിൽ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനൊരു സെൽഫിഷാണ്. മനുഷ്യൻ പൂർണ്ണമായും സെൽഫിഷായിട്ട് ജീവിക്കുന്ന ഒരാൾ തന്നെ. അത് വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു ഒരു സഹോദരനെ കൊന്ന ഒരു കഥയൊക്കെ ബൈബിളിലും ഖുറാനിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്ധകാലം മുതലേ ആൾക്കാർ സെൽഫിഷ് തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ്റെ രക്തത്തിലുള്ളതാണ് സെൽഫിഷ് മൈൻഡ്. അഥവാ ഇനിയിപ്പോൾ അവൻ ഈ പറഞ്ഞ ഗിൽബർട്ട് നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ തങ്കപ്പനും തങ്കമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിൽബർട്ടിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ കൂടി മാത്രമായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ ഗിൽബർട്ടിന് അതല്ലേ പറ്റുള്ളൂ. ഗിൽബർട്ടിൻ്റെതായ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതും തങ്കപ്പൻ്റെ തങ്കമ്മയുടെ ലൈഫായിട്ട് എത്രത്തോളം പൊരുത്തപ്പെടുമെന്നുള്ളത് ആണ് വിഷയം. അപ്പോൾ അവിടെയാണ് പ്രശ്നം വന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ആരെ വിളിച്ചുകൊണ്ട് വന്നാലും നമ്മളുടെ പ്രശ്നം നമ്മൾ തന്നെ പറഞ്ഞു തീർക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം മൂന്നാമതൊരാൾക്ക് നമ്മുടെ പൂർണ്ണമായ ഇഷ്യൂ എന്താണെന്നുള്ളത് അവർക്കറിയില്ല. ഈ രണ്ടു കൂട്ടരും പറയുമ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ടായിരിക്കും നമ്മൾ സംസാരിക്കുകയുള്ളൂ മൂന്നാമനോട് പറയുമ്പോഴും. അപ്പോൾ വരുന്നവൻ അവൻ്റെ കാഴ്ചപ്പാടിൽ അവൻ സംസാരിക്കും. പക്ഷേ അത് നമുക്ക് പൊരുത്തപ്പെടില്ല. അഥവാ ഇനി അവൻ ഏതെങ്കിലും ഒരു പക്ഷം നിന്ന് സംസാരിച്ചാൽ നമ്മളുടെ ഉള്ള ജീവിതവും കൂടി അവിടെ വെച്ച് തീരുമാനമാകും. സ്വന്തമായിട്ട് പ്രശ്നങ്ങളില്ലാത്ത ഇന്ന് ഒരു പ്രശ്നം ഇപ്പോൾ ഒരു പുതിയ തലമുറയുള്ളവരോട് ജസ്റ്റ് പറയുകയാണ്. ഇന്ന് നിങ്ങൾക്കിടെ ഇടയിലൊരു പ്രശ്നം ഉണ്ടായാൽ, പകലൊരു പ്രശ്നം ഉണ്ടായാൽ, രാത്രി 10 മണിക്ക് കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ 11 മണിക്ക് കിടക്കുന്നതിന് മുമ്പ് ആ ഇഷ്യൂ രണ്ടുപേരിൽ ഒരാളൊന്ന് ഒതുങ്ങിയിട്ട് അതങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ അവിടെ തീരും പരിപാടി. അത് പിറ്റേ ദിവസത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തേക്കും കിടക്കും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഈഗോയായി. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ മിണ്ടൂല. ചിലപ്പോൾ എന്ത് പ്രശ്നത്തിന് വേണ്ടിയാണ് ഉറക്കണതെന്ന് പോലും അറിയാൻ പറ്റില്ല. നമുക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും അവർക്കൊരു പരിമിതിയുണ്ട്. അവരുടെ പരിമിതിയിൽ നിന്ന് അവർക്ക് പറ്റുള്ളൂ. മനസ്സിലായ? അവരുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് അവർ മറ്റുള്ളവരെ സഹായിക്കുള്ളൂ. മറ്റൊരുത്തിൻ്റെ ലൈഫ് അവർക്ക് അത്ര വലിയ സംഭവമല്ല. അപ്പോൾ ഒരാളെയും സത്യത്തിൽ നമ്മൾ വിളിച്ച് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ.